മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, താങ്കളുടെ രക്തത്തിനു വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത്. ഈ അഴിമതി നിറഞ്ഞ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന, യാതൊരു മടിയും മറയുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തന്റെ കുടുംബത്തിന്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയിട്ടുള്ള, അഴിമതിക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ, അതിനുവേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂവെന്നും പാർട്ടി കോൺഗ്രസിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു ചില്ലിക്കാശ് പോലും വീണാ വിജയൻ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളതും നഗ്നമായിട്ടുള്ള സത്യമാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ കേസിലെ കുറ്റക്കാരിയായിട്ടുള്ള വീണയുടെ ഭർത്താവ് റിയാസും ചേർന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഓരോ നിമിഷവും മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് ദാഹിക്കുക തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ആകെയുള്ള CPIMന്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന അവരുടെ ഏക മുഖ്യമന്ത്രി കേരളത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ്. ആ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കേരള രാഷ്ട്രീയം CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നിട്ടും അന്വേഷണം നടന്നിട്ടും മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതും മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് ഈ അഴിമതി കേസുകളിൽ ഒന്നും രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും എടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്തയെക്കുറിച്ചോർത്ത് ലജ്ജിക്കുകയാണ് കേരളത്തിലെ മലയാളികൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്, എന്റെ രക്തത്തിനു വേണ്ടിയാണ് ചിലർ ദാഹിക്കുന്നത് എന്നാണ്. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, താങ്കളുടെ രക്തത്തിനു വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത്. ഈ അഴിമതി നിറഞ്ഞ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന, യാതൊരു മടിയും മറയുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തന്റെ കുടുംബത്തിന്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയിട്ടുള്ള, അഴിമതിക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ, അതിനുവേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത്. ആ ജനങ്ങളുടെ ആഗ്രഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഈ കസേരയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കുകയും, ഞാൻ എന്റെ മകളുടെ ലക്ഷ്യത്തിനു വേണ്ടി, പൂർത്തീകരണത്തിനു വേണ്ടി മുന്നോട്ടു പോകും എന്ന് തീരുമാനിക്കുകയും, മകളുടെ ഭർത്താവ് കൂടി മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് എല്ലാ അന്വേഷണത്തെയും അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ കേസിലെ കുറ്റക്കാരിയായിട്ടുള്ള വീണയുടെ ഭർത്താവ് റിയാസും ചേർന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഓരോ നിമിഷവും മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് ദാഹിക്കുക തന്നെയാണ്. അതിനനുസൃതമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തമനായിട്ടുള്ള ഒരു ലീഡർ എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന പഴയകാല സഖാവും
നല്ല അറിവും പ്രാപ്തിയും ഒക്കെയുള്ള ശ്രീമാൻ സുധാകരനെ ഉൾപ്പെടെ എങ്ങനെയാണ് ശ്രീമാൻ MA ബേബിയെ ഉപയോഗിച്ച് വരുതിയിൽ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങളാകമാനം നോക്കിക്കണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി അഴിമതിയുടെ കറപുരണ്ടിരിക്കുന്നുവെന്നും നിങ്ങളുടെ പാർട്ടിക്ക് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്നും നിങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂവെന്നും പാർട്ടി കോൺഗ്രസിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ CMRL പണമിടപാട് കേസിൽ അഴിമതിയും കൈക്കൂലിയും നടന്നിട്ടുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു ചില്ലിക്കാശ് പോലും വീണാ വിജയൻ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളതും നഗ്നമായിട്ടുള്ള സത്യമാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. KSIDC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് പോലും ഈ കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ CMRLൽ 13.4% വരുന്ന ഓഹരികൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDCയുടെ പക്കൽ വെക്കുകയും കമ്പനിക്ക് 182 കോടി രൂപ നഷ്ടമുണ്ടാക്കുകയും ചെയ്ത ഒരു കേസിൽ ഒരു അന്വേഷണവും വേണ്ട, പാർട്ടിക്കകത്തൊരു ചർച്ചയും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഈ അഴിമതി നിറഞ്ഞ ഗവൺമെന്റിനെതിരായിട്ട് പ്രതികരിക്കണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇതേ കേസിൽ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് ഒരു വലിയ തുക ലഭിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയുകയും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായം മുഴുവൻ കേരളത്തിന്റെ പുറത്തു നടത്തുകയും ചെയ്തുകൊണ്ട് ഈ കേരളത്തെ ഏത് വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് ആയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവക്ഷിക്കുന്നത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കോടിയേരിയുടെ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള കോടിയേരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അതിന് പ്രത്യേകം സമ്മേളനങ്ങൾ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ വിളിച്ചുകൂട്ടുകയും ഒക്കെ ചെയ്തത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ കോടിയേരിയുടെ മാതൃക എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കാത്തത് എന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും അതിന് മറുപടി പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ ഭരണകക്ഷിക്കുണ്ട്, വിശിഷ്യ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്.